Welcome to Geeta's Bhakti Geetam, one day one slogam, Srimad Mahabhagavata Mahatmyam, 397th day. Today, 87th sloka of 5th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 397 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 87ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 87ാമത്തെ ശ്ലോകം. ഓം തത്സത്. സനൽകുമാരോവാച. ഭ്രൂമോദ്യത്തെ കിം ഫലവൃന്ദമുജ്വലം, സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം, കർണേന ഗോകർണകഥാക്ഷരം യേ പീതം ച തേ ഗർഭഗധാന ഭൂയ. ഭ്രൂമോദ്യത്തെ കിം ഫലവൃന്ദമുജ്വലം, സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം, കർണേന ഗോകർണകഥാക്ഷരം യേ പീതം ച തേ ഗർഭഗധാന ഭൂയ. ഓം തത്സത്. സനൽകുമാരൻ പറയുകയാണ്. സനൽകുമാരന്മാരിലുള്ള സനൽകുമാരൻ എന്ന ആ മഹർഷി പറയുകയാണ്. സനകാദികളിലുള്ള സനൽകുമാരൻ എന്ന മഹർഷി നാരദരോട് പറയുകയാണ്, സപ്താഹയജ്ഞത്തിൻ്റെ രൂപമായിട്ട് ഈ നടത്തപ്പെട്ട കഥകളുടെ ശ്രവണത്താൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ലഭിച്ചതായ പുണ്യത്തെ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കുക? അത്രയ്ക്കും വാക്കുകളുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മഹത്വമാണ് അവർ നേടിയത് എന്നാണ് പറയുന്നത്. പുണ്യത്തെക്കുറിച്ച് പറയാൻ അസാധ്യമാണ്. ഗോകർണനാൽ നടത്തപ്പെട്ട ഈ സപ്താഹയജ്ഞത്തിൽ യാതൊരുത്തർ ശ്രദ്ധയോടുകൂടി ഒരു വാക്കെങ്കിലും ആ ഭഗവാന്റെ പറ്റിയിട്ടുള്ളത് ശ്രദ്ധയോടുകൂടി കേട്ടുവോ, അവർക്കെല്ലാവർക്കും തന്നെ ആ പരമപദം ലഭിച്ചു. അതായത് വീണ്ടും ഗർഭത്തിൽ വന്ന് സംസാരചക്രത്തിൽപ്പെട്ട് ഉഴലാതെ ഉള്ള ആ പരമാത്മഗതി അവർക്ക് എല്ലാവർക്കും ലഭിച്ചു. അതിൽ മുക്തി ലഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, ആ ഗോകർണൻ പറഞ്ഞ ആ കഥാശ്രവണത്തിൻ്റെ മാഹാത്മ്യം വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് സനൽകുമാരൻ നാരദനോദി മഹത്തുക്കളോട് അവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സനൽകുമാര ഉവാച. ഭ്രൂമോദ്യത്തെ കിം ഫലമൃദ്ധ്വമുജ്വലം, സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം, കർണേന ഗോകർണകഥാക്ഷരം യേ പീതം ച തേ ഗർഭഗധാന ഭൂയ. ഗർഭത്തിൽ വീണ്ടും ഭവിക്കുകയില്ല എന്ന് പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.